ഒരുത്തൻ്റെ ദേഹത്ത് ഗിൽക്രിസ്റ്റിൻ്റെ പ്രേതവും മറ്റൊരുത്തൻ്റെ ദേഹത്ത് സെവാഗിൻ്റെ പ്രേതവും കയറിയെന്ന് ക്രിക്കറ്റ് ആരാധകർക്ക് തോന്നിയ ദിവസമായിരിക്കാം. അല്ലെങ്കിൽ യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിൽ രണ്ടുപേരും ഗുജറാത്തിനെ ഫിറോസ് ഷാ കോട്ട്ലയിൽ നരബലി നടത്തിയതുമാകാം. ഇനിയും IPL ചരിത്രത്തിൽ രണ്ടുപേരെയും ഒരേ ടീമിൽ കാണുമോ എന്നറിയില്ല. ഇനി അങ്ങനെ ഉണ്ടായാലും ഇതുപോലൊരു ഇന്നിങ്സ് കളിക്കുമോ എന്നതും സംശയമാണ്. പറഞ്ഞു വരുന്നത് സഞ്ജു സാംസൺ, ഋഷഭ് പന്ത് എന്നിവരെ കുറിച്ചാണ്. ഡൽഹിയിലെ IPL മത്സരത്തിൻ്റെ രാത്രി ലീഗിലെ 42ാമത് മത്സരം ഫിറോസ് ഷാ കോട്ട്ലയിൽ നടക്കുന്നു. ഇരു ടീമുകൾക്കും നിർണായകമാണ് ഈ മത്സരം. ഡൽഹിക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് സ്മിത്തും മക്കല്ലവുമായിരുന്നു. ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ജോഡികളിലൊന്ന്. പതിയെ ശ്രദ്ധയോടെ തുടങ്ങിയ ബാറ്റിങ്ങിൽ ആദ്യം മക്കല്ലത്തെ വീഴ്ത്തി റബാഡ ഗുജറാത്തിനെ ഞെട്ടിച്ചു. ഋഷഭ് പന്തിൻ്റെ കൈകളിൽ ചെന്നുപെടുമ്പോൾ ഗുജറാത്ത് സ്കോർ ബോർഡിൽ 10 റൺസ്. ആദ്യ വിക്കറ്റിൻ്റെ രൂപത്തിൽ മക്കല്ലവും പുറത്ത്. അവിടുന്ന് പതിയെ ശ്വാസം വിടുന്നതിന് മുന്നേ സ്മിത്തിനെ റണ്ണൌട്ടിൽ കുരുക്കി നദീം ഗുജറാത്തിന് വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നു. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് ഗുജറാത്തിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. അവിടെയാണ് രണ്ട് എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ എങ്ങനെ കളം നിറഞ്ഞ് കളിക്കണമെന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തന്നത്. ഗ്രീസിൽ ഗുജറാത്ത് ക്യാപ്റ്റൻ സുരേഷ് റെയ്നയും പിന്നെ ദിനേശ് കാർത്തികും. അവിടെ നിന്നിങ്ങോട്ട് അവർ മത്സരത്തിലേക്ക്. ആദ്യം മുതലേ ആക്രമിച്ചു കളിച്ച റെയ്നയും കാർത്തികും ഡൽഹി ബൗളർമാരെ അനായാസം നേരിട്ട് മുന്നേറി. പതിവ് ശൈലിയിൽ ബാറ്റിംഗ് തുടർന്ന റെയ്ന ആക്രമണത്തിൽ മുന്നിട്ട് നിന്നു. ഗുജറാത്തിൻ്റെ സ്കോർ ബോർഡിൽ റൺസുകൾ വളരെ വേഗത്തിൽ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. റബാഡയും കമ്മിൻസും ഷമിയും നദീമും മിസ്രയും വിൻഡീസ് ബൗളർ സാമുവലും മാറി മാറി വന്നിട്ടും രണ്ടുപേരും മികച്ച രീതിയിൽ ബാറ്റിംഗ് തുടർന്നുകൊണ്ടിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറിയും സിക്സറുകളും വന്നുകൊണ്ടേയിരുന്നു. ചെറിയ ബൗണ്ടറിയുടെ ആനുകൂല്യം നല്ലപോലെ മുതലെടുത്ത് ഇരുവരും. അയ്യർ എന്ന ക്യാപ്റ്റന് കെണിയൊരുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പിടിച്ചു കെട്ടാൻ പാകത്തിൽ ഒരു പഴുതും അവർ കളത്തിൽ വിട്ടുകൊടുത്തില്ല. അധികം വൈകാതെ റെയ്നയും കാർത്തികും അർദ്ധ സെഞ്ചുറിയിലെത്തി. തകർച്ചയിൽ നിന്നും കരകയറ്റിയ മനോഹരമായ ഒരു ഇന്നിങ്സ്. 141 റൺസിൽ നിൽക്കെ മൂന്നാമനായി റെയ്ന പുറത്താകുമ്പോൾ 34 പന്തിൽ നിന്നും 77 റൺസായിരുന്നു റെയ്നയുടെ സമ്പാദ്യം. അതിലാകട്ടെ 5 ഫോറുകളും 4 സിക്സറുകളും ഉൾപ്പെടുന്നു. റെയ്നയെ റണ്ണൌട്ടിൽ വീഴ്ത്തിയത് റബാഡ തന്നെയായിരുന്നു. പിന്നാലെ കമ്മിൻസിന്റെ പന്തിൽ ആൻഡേഴ്സൺ പിടിച്ചു കാർത്തികും പുറത്തായി. 43 പന്തിൽ 65 റൺസായിരുന്നു കാർത്തിക് നേടിയത്. 5 ഫോറിൻ്റെയും 5 വീതം സിക്സറിൻ്റെയും ബലത്തിൽ. പിന്നാലെ എത്തിയ ഫിഞ്ചും കിണഞ്ഞു പരിശ്രമിച്ചു. ഫിഞ്ച് 27 റൺസും ജഡേജ 18 റൺസും കൂട്ടിച്ചേർത്തപ്പോൾ കിഷന്റെ സമ്പാദ്യം 4 റൺസ് മാത്രമായിരുന്നു. ഗുജറാത്തിൻ്റെ ആദ്യ ഇന്നിങ്സിൽ സ്കോർ 20 ഓവറിൽ 208 റൺസിൽ അവസാനിച്ചു. 7 വിക്കറ്റ് നഷ്ടം. 2 വീതം വിക്കറ്റുകളുമായി കമ്മിൻസും റബാഡയും ഡൽഹി ബൗളിങ്ങിൽ തിളങ്ങി. ഡൽഹിയുടെ വിജയലക്ഷ്യം 209 റൺസായിരുന്നു. ഓപ്പണിംഗ് ജോഡിയായി ഗ്രീസിലെത്തിയത് കരുൺ നായരും മലയാളി താരം സഞ്ജു സാംസണും. കരുതലോടെ തുടങ്ങിയ ഇരുവരും പതിയെ മുന്നേറി 24 റൺസ്. ഡൽഹി ഇന്നിങ്സിലെത്തിയപ്പോൾ ആദ്യ വിക്കറ്റായി കരുൺ നായർ പുറത്ത്. ഗുജറാത്തിൻ്റെ ആദ്യത്തെ പ്രഹരം. 11 ബോളിൽ 12 റൺസായിരുന്നു കരുൺ നേടിയത്. മൂന്നാമനായി ഗ്രീസിലെത്തിയത് ഋഷഭ് പന്തായിരുന്നു. പിന്നീട് അങ്ങോട്ട് സഞ്ജുവും പന്തും ചേർന്ന് കോട്ട്ലായിൽ വെടിക്കെട്ടിന് തിരികൊളുത്തിയ നിമിഷം. സഞ്ജു തുടങ്ങി വെച്ചു. ഋഷഭ് ഓരോ പന്തിലും നയം വ്യക്തമാക്കി. കിട്ടിയത് അതിലുമിരട്ടിയായി തിരികെ കൊടുക്കാമെന്ന ഗുജറാത്തിൻ്റെ മോഹങ്ങൾക്ക് പ്രഹരമേറ്റു തുടങ്ങി. പതിവ് ശൈലിയിൽ അറ്റാച്ച്മെന്റ് ഷോട്ടുകൾ കളിച്ചുകൊണ്ട് ഋഷഭ് മുന്നേറിയപ്പോൾ ബൗണ്ടറിയും സിക്സറും വന്നുകൊണ്ടേയിരുന്നു. സഞ്ജുവിനാകട്ടെ സിക്സറുകളോടായിരുന്നു കൂടുതൽ പ്രിയം. സ്വാങ്മാൻ, ഫോക്നർ, ജഡേജ, ബേസിൽ തമ്പി എന്നിവരായിരുന്നു റെയ്നയുടെ ആവനാഴിയിൽ എടുത്തു പ്രഹരിക്കാനുണ്ടായിരുന്ന മൂർച്ചയേറിയ അസ്ത്രങ്ങൾ. എന്നാൽ അതൊന്നും തന്നെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നത് കണ്ടതുകൊണ്ടാകാം ക്യാപ്റ്റൻ റെയ്നയും സ്വയം ബോളിങ്ങിൽ പരീക്ഷണത്തിന് മുതിരുന്നത്. ആ പരീക്ഷണം വെറും 2 ഓവറുകൾ മാത്രം മതിയെന്ന് റെയ്നയ്ക്ക് തോന്നിയതിൻ്റെ കാരണം വേറൊന്നുമായിരുന്നില്ല, പന്തും സഞ്ജുവും തന്നെയായിരുന്നു. അർദ്ധ സെഞ്ചുറി കടന്ന് ഋഷഭ് പന്തും സഞ്ജുവും തകർത്ത് അടിച്ചപ്പോൾ ശരവേഗത്തിൽ ഡൽഹി സ്കോർ ബോർഡ് കുതിച്ചു പാഞ്ഞു. എന്ത് ചെയ്യണം എന്നറിയാതെ റെയ്നയും കാർത്തികും മുഖത്തോട് മുഖം നോക്കി ആംഗ്യം കാണിക്കുമ്പോൾ മക്കല്ലത്തിനും ഫിഞ്ചിനും എങ്ങനെയെങ്കിലും ഇതൊന്നു തീർന്നു കിട്ടിയാൽ മതിയെന്ന മുഖഭാവം. 13.2 ഓവറിൽ സ്കോർ ബോർഡ് 167 നിൽക്കുമ്പോൾ 61 റൺസുമായി സഞ്ജു പുറത്ത്. 31 പന്ത് നേരിട്ട സഞ്ജു ബൗണ്ടറി ഒന്നുമില്ലാതെ അടിച്ചു കൂട്ടിയത് 7 സിക്സറുകൾ. അതുതന്നെ ആ ഇന്നിങ്സിന്റെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. സെഞ്ചുറി ലക്ഷ്യമാക്കി പന്ത് മുന്നേറുമ്പോൾ ഡൽഹി വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. സഞ്ജുവിൻ്റെ വിക്കറ്റിന് പിന്നാലെ ഡൽഹിക്ക് നഷ്ടമായത് പന്തിനെ.
ബേസിൽ തമ്പിയുടെ പന്ത് ഋഷഭിന്റെ ബാറ്റിൽ ചുംബിച്ച നേരെ കാർത്തികിന്റെ കൈകളിലേക്ക്. 43 പന്തുകൾ നേരിട്ട ഋഷഭ് നേടിയത് 97 റൺസ് ആയിരുന്നു. 3 റൺസിന് അർഹിച്ച സെഞ്ചുറി നഷ്ടമാകുന്നു. 6 ഫോറും 9 സിക്സറും പന്തിന്റെ സമ്പാദ്യം. ഗുജറാത്തിനെ തകർത്ത ഇന്നിങ്സ്, അതിൽ സഞ്ജു മത്ത് 143 റൺസിന്റെ 3ാം വിക്കറ്റ് പാർട്ണർഷിപ്പ്. പന്തിന് പിന്നാലെ എത്തിയ ക്യാപ്റ്റൻ അയ്യർ വളരെ മികച്ച രീതിയിൽ ഡൽഹിയെ വിജയത്തിലേക്ക് എത്തിച്ചു. അയ്യർ 14 റൺസും ആൻഡേഴ്സൺ 18 റൺസും നേടി പുറത്താകാതെ നിന്നു. 17.3 ഓവറിൽ ഗുജറാത്തിന്റെ 208 എന്ന വിജയലക്ഷ്യം മറികടക്കുന്നു. അതും 7 വിക്കറ്റും 15 ബോളും ബാക്കി നിൽക്കെ. 97 റൺസും 2 ക്യാച്ച് നേടിയ കളിയിൽ തിളങ്ങിയ പന്ത് കളിയിലെ താരമായി മാറി. ഡൽഹിക്ക് തകർപ്പൻ വിജയവും ഗുജറാത്തിന് പുറത്തേക്കുള്ള ടിക്കറ്റും.